ഇപ്പം സോഷ്യൽ മീഡിയയിൽ തരംഗമായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഫോട്ടോ എഡിറ്റിംഗ് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ AI ആയിട്ട് യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ഇത് വെബ്സൈറ്റ് ആയിട്ടും അവൈലബിൾ ആണ്, ആപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ഗൂഗിളിലെ വെബ്സൈറ്റ് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഗൂഗിളിൽ ChatGPT എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്നതാട്ടോ. അത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ലോഗിൻ ചെയ്യണം. നിങ്ങൾ ഓൾറെഡി ഇതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇമെയിൽ വെച്ചിട്ട് ലോഗിൻ ചെയ്താൽ മതി. ഈ ഫസ്റ്റ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐഡിയും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് ഒന്ന് സൈൻ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പ്ലസ് ഐക്കണിൽ പ്രസ് ചെയ്തിട്ട് ഏത് ഇമേജ് ആണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡിന് ഒരു പ്രോസസ്സിങ് ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാലാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് പ്രോംപ്റ്റ്. ഈ പ്രോംപ്റ്റ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ ChatGPT കറക്റ്റായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രോംപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഇതിലിപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ ബി ഹാപ്പി എന്നുള്ള ഒരു തോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തോട്ട്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പ്രോംപ്റ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് റേഷ്യോ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 4:3 എന്ന് പറയുന്ന റേഷ്യോയിലും 9:16 എന്ന് പറയുന്ന റേഷ്യോയിലും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അടിയിൽ ഈ 4:3ക്ക് പകരം നിങ്ങൾക്ക് 16:19 അല്ലെങ്കിൽ 9:16 നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പർപ്പസ് അതിനനുസരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ChatGPTയിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2 to 3 minutes ഒരു പ്രോസസ്സിംഗ് ടൈം ഉണ്ടാവും. ഡിപ്പെൻഡിങ് ഓൺ ദ നെറ്റ്വർക്ക് കണക്ഷനാണ്. നല്ല നെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. കുറേ ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ട് കിട്ടും. എന്നിട്ട് അതിലൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക ഓപ്ഷൻസ് വരും കേട്ടോ. ആ ഓപ്ഷൻസിൽ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോംപ്റ്റ് നല്ല ക്ലീൻ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം നല്ല വെടിപ്പായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കാനും, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.